ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോ ദൈവമക്കളെയും ഇന്ന് ഈ അതിരാവിലെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ആ കർത്താവിന്റെ സ്നേഹവും വന്ദനവും ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഒരു അത്ഭുതവും അനുഗ്രഹവുമായി തീരട്ടെ. ഇന്ന് പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും, അനേകരെ ജോലിക്ക് പോകാൻ റെഡിയാകുന്നു, അനേകർ ബിസിനസ് സ്ഥാപനം, സ്കൂളിലോട്ട് കുഞ്ഞുങ്ങൾ പോകുന്നു, ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം കർത്താവ് കൂടെ ഇരുന്ന് അത്ഭുതകരമായി അതിശയകരമായി കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നടത്തട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് സന്തോഷിക്കാം. ഇന്നത്തെ ദിവസം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുക, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ, പിന്നെയും പറയുക സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ. അങ്ങനെ ആ കർത്താവിലുള്ള സന്തോഷം നമ്മുടെ എല്ലാ ഇടങ്ങളിലും ആ സന്തോഷം ഉണ്ടാകട്ടെ. ഇന്ന് മാനസിക പിരിമുറുക്കത്തോടെ ആയിരിക്കുന്നവരുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും, ആ കാര്യത്തിലൂടെ ഞാൻ എങ്ങനെ കിടക്കും, ആ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പോകും എന്നൊക്കെ വിചാരപ്പെട്ടിരിക്കുന്നു. റിജോയ്സ് എന്ന് പറയുമ്പം, സന്തോഷിപ്പീൻ എന്ന് പറയുമ്പം, റിജോയ്സ് ബിക്കോസ് ജീസസ് ഇസ് മൈ ലോർഡ്. ഞാൻ സന്തോഷിക്കാനുള്ള വക യേശു എന്റെ കർത്താവാണ്. എനിക്കൊരു കർത്താവുണ്ട്, എന്നെ തെരഞ്ഞെടുത്തതും എന്നെ വിളിച്ചതുമായ നല്ലൊരു അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രതികൂലമായിരിക്കും അല്ലെ. ഇന്ന് ഫേസ് ചെയ്യേണ്ട പല കാര്യങ്ങൾ കാണും, ഇന്ന് കൈകാര്യം ചെയ്യേണ്ട പല കാര്യങ്ങൾ കാണും. ചിലപ്പോൾ ഫിനാൻഷ്യൽ നീഡ്, ഇന്നത്തെ ഫിനാൻഷ്യൽ നീഡ് കാണും. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ എക്സാമിനും ഒക്കെ കടന്നു പോവുമായിരിക്കും അല്ലെ. അവർക്ക് മനസ്സിൽ ടെൻഷൻ. നമ്മളെല്ലാം പരീക്ഷ എഴുതിയിട്ടുള്ളവർ അല്ലെ. പല പ്രാവശ്യം എക്സാം എഴുതിയിട്ടും ജയിക്കാതിരിക്കുന്നവരുണ്ട്. അങ്ങനെ ടെൻഷനോടെ ആയിരിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഒന്നിലും തളർന്നും തകർന്നും പോകരുത്. ആ എക്സാമിനെ നമുക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയിക്കാൻ സാധിക്കും. അസാധ്യമെന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് സാധിക്കും. ആ ധൈര്യത്തോടെ, ആ ഉറപ്പോടെ യേശു എന്റെ കൂടെ ഉണ്ട്, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, കർത്താവ് എന്നെ ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ലെന്നുള്ള ആ ഉറപ്പോടെ, ധൈര്യത്തോടെ ആ പ്രതികൂലത്തെ, ആ പ്രശ്നത്തെ, ആ എക്സാമിനെ ഒന്ന് ഫേസ് ചെയ്തേ. കർത്താവ് കൂടെ ഇരിക്കുമെന്നേ. അത്ഭുതകരമായി വഴികളും വാതിലുകളും നിങ്ങളുടെ മുമ്പിൽ തുറക്കും. ഇന്നൊരു അത്ഭുതത്തിന്റെ ദിവസമായി തീരും. നിങ്ങൾ ഭയപ്പെട്ടത് നിങ്ങളുടെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റാതെ അത് മാറിപ്പോകുന്ന ഒരവസ്ഥ കർത്താവിനെ കാണിക്കുക. നിങ്ങൾ ചിലതിനെയൊക്കെ ഭയപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുക. പക്ഷെ ഈ ബൈബിളിൽ ഒരു വചനമുണ്ട് കേട്ടോ, ഭയപ്പെട്ടത് സംഭവിക്കും, എന്നാൽ വിശ്വസിക്കുന്നത് എല്ലാത്തിനെയും മറികടക്കും. ആമേ. അതുകൊണ്ട് ഭയപ്പെടണ്ട, കർത്താവ് കൂടെയുണ്ട്. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ നല്ല കർത്താവിനെ എന്ന് പറഞ്ഞതുപോലെ റിജോയ്സ് ഇൻ ദ ലോർഡ്. എന്ന കാര്യം ഒറ്റ കാര്യമുള്ളൂ, ബിക്കോസ് ജീസസ് ഈസ് മൈ ലോർഡ്. യേശു എന്റെ കർത്താവായതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. യേശു എന്റെ കർത്താവായതുകൊണ്ട് ഐ ട്രസ്റ്റ് ഹിസ് വേർഡ്. തന്റെ വാക്ക്, തന്റെ വചനം എല്ലാം ഞാൻ വിശ്വസിക്കുകയാണ്. ഹി വിൽ ബി വിത്ത് മീ ടു ദ എൻഡ് ഓഫ് ദ ഏജസ്. എന്നോട് വാക്ക് പറഞ്ഞ ലോക അവസാനത്തോളം എല്ലാ നാളും എന്റെ കൂടെ ഇരിക്കും. എന്റെ ഞാനെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് പോകുമ്പോഴല്ല, ഏറ്റവും വലിയ പ്രതികൂലങ്ങളിൽ പോകുമ്പോഴും, കൂരിൽ താഴ്വരയിലൂടെ കടന്നുപോയാലും, ദാവീദ് പറയുന്നു, ഇന്ന് രാവിലെ ഇടിയൊക്കെ കൊടുക്കുന്നു, എന്നെ ഭാവിച്ചിരിക്കുക, കൂരിൽ താഴ്വരയിലൂടെ കടന്നുപോയാൽ ഒരനർത്ഥവും ഭവിക്കത്തില്ല എന്ന് എന്നോട് വാക്ക് പറഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ ധൈര്യമാണ്. എന്ത് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് എന്റെ കർത്താവ് ഉണ്ടെങ്കിൽ ഐ വിൽ റിജോയ്സ്. അതൊരു ഡിസിഷനായിരിക്കും. സന്തോഷിക്കും. ഷീന പറഞ്ഞു സന്തോഷിപ്പീൻ. പൗലോസ് പറഞ്ഞ ആ ജയിലിൽ കിടന്നുകൊണ്ട്, വാസ്തവത്തിൽ ജയിലിൽ കിടന്നുകൊണ്ട് കാരാഗ്രഹത്തെ കുറിച്ചായിരുന്നു. വാസ്തവത്തിൽ കാരാഗ്രഹം ഈ ഭയങ്കര കഠിനമാണ്. ഈ ജയിലെന്ന് പറഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്നാണെന്ന് അറിയാമോ? ദിവസം ഒരു നേരം ഇവിടെ ഭക്ഷണം കിട്ടത്തുള്ളൂ. ഈ പൗലോസ് കിടന്ന ജയിലിനെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ കുനിഞ്ഞു മാത്രമേ അതിൻ്റെ അകത്ത് നീർന്നു നിൽക്കാൻ സാധിക്കത്തില്ല, കുനിഞ്ഞു മാത്രമേ അതിന്റെ അകത്ത് ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. തന്റെ ശിഷ്യനായ തിമോത്തിയോസിനോട് പറഞ്ഞു കൊടുക്കുന്നത് താൻ അടിയിലിരുന്ന് താഴത്തെ സെല്ലിലിരുന്ന് എഴുതിയെടുക്കുക. ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള സെല്ലുകളാണ്. നോക്കിയേ, ആ അവസ്ഥയിലും താൻ അവിടെ ഇരുന്ന് പറയുകയാണ് സന്തോഷിപ്പീൻ, റിജോയ്സ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിനെ കണ്ടുമുട്ടിയ ഒരാള് ശരിക്കും കർത്താവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രതിസന്ധിക്കകത്ത് അവര് തല ഉയർത്തി തന്നെ പിടിക്കും. ഏത് പ്രതിസന്ധിയാണേലും തല ഉയർത്തി പിടിച്ചു. എന്റെ കർത്താവ് വിശ്വസ്തനാണ്. ഇന്നൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കർത്താവ് ഇന്ന് ടൈം അലോൺ വിത്ത് ഗോഡ് ഞാൻ ചെയ്തത് മത്തായി സുവിശേഷം അതിന്റെ 20-ാം അധ്യായമാണ്. 20-ാം അധ്യായം
അധ്യായം ഇങ്ങനെ വായിച്ച് മുമ്പോട്ട് വന്നപ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വളരെ ശക്തമായി ചില കാര്യങ്ങൾ സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവിന്റെ അടുത്ത് ഒന്ന് വായിക്കാം, അത് ആദ്യം വായിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. 20-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടുന്നു. അന്ന് സബദി പുത്രന്മാരുടെ അമ്മ 28 വരെ വായിച്ചു കേട്ടോ. 20 മുതൽ 28 വരെ. അന്ന് സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, എന്റെ ഈ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്ന ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുവാനിരിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയമെങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ഈ 2 സഹോദരന്മാരോട് നീരസപ്പെട്ട് യേശു അവരെ അടുക്കൽ വിളിച്ചു. ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. വാട്ട് എ ഗ്രേറ്റ് വേർഡ്. കർത്താവ് സംസാരിക്കുന്ന സബദിപുത്രന്മാരുടെ അമ്മ, യാക്കോബിന്റെയും യോഹന്നാന്റെയും അമ്മ യേശുവിന്റെ അടുത്ത് വന്ന് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. കർത്താവ് ചോദിക്കുക, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ചപ്പോൾ അവനോട് പറയുക, എന്റെ പുത്രന്മാർ നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കണം. നോക്കിയ ഒരു അമ്മയുടെ ഒരു ആഗ്രഹം വാസ്തവത്തിൽ അമ്മ പറഞ്ഞതാണ്. പക്ഷെ കർത്താവ് ദൈവരാജ്യം എന്താണെന്നും ശുശ്രൂഷ എന്താണെന്നും അവിടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ബെസ്റ്റ് ഞാൻ ഈ ചർച്ചിലൊക്കെ ചെല്ലുമ്പം പലപ്പോഴും എല്ലാ ആൾക്കാരും സഭയിൽ വരുന്നത് അനുഗ്രഹിക്കപ്പെടാനാ, അല്ലേ? ദി വാണ്ട് ടു ഗെറ്റ് ബ്ലെസ്. പക്ഷെ സഭയിൽ ഞാൻ ചില ആൾക്കാരെ കാണുന്നുണ്ട്, ദേ ആർ എ ബ്ലെസ്സിങ് ഫോർ മെനി. ചിലര് എല്ലാവരും വരുന്നത് അനുഗ്രഹിക്കപ്പെടാൻ തന്നെയാണ്. പക്ഷെ ചില വ്യക്തികൾ അതിന്റെ അകത്തുണ്ട്, ദേ വിൽ സ്റ്റാൻഡ് ഔട്ട് ഫ്രം ഇറ്റ്. ചിലര് പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവർക്ക് ഞാൻ എങ്ങനെ ഒരു അനുഗ്രഹമാകാം എന്ന് വിചാരിച്ച് സഭയിൽ നിൽക്കുന്ന അനേകരുണ്ട്. ഞാൻ അവരുടെ പേരുകൾ പലപ്പോഴും സ്റ്റേജിൽ മുഴങ്ങി കേൾക്കാറില്ല, അവരുടെ പേരുകൾ ആരും സംസാരിക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ പാർക്കിങ്ങിൽ നിൽക്കുന്നതും ആ പുറകിലൊക്കെ ആൾക്കാരെ ഒന്ന് കൈകൊടുത്ത് കയറ്റാൻ നിൽക്കുന്നവരും അവരൊക്കെ ഒരു ശുശ്രൂഷ ചെയ്യാനാണ്. ചൈൽഡ് ചർച്ച് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അവരൊരു ശുശ്രൂഷ ചെയ്യാനാണ്. ഒരു പ്രയർ സെൽ നടത്തുന്ന ഒരു സഹോദരൻ ഒരു സഹോദരി ഉണ്ട്, അവര് നോക്കി ഒരു ശുശ്രൂഷ ചെയ്യാനാണ്. പ്രൈസ് അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. ഇവിടെ കർത്താവ് ആരാണ് വലിയവൻ, അല്ലെങ്കിൽ നോക്കിയ ആരാണ്, ഹൂ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് ഇന്നത്തെ നമ്മുടെ ചിന്ത ഞാൻ തലക്കെട്ട് ഇട്ടിരിക്കുന്നത് തന്നെ, ആർ യു ദ ഗ്രേറ്റസ്റ്റ്? നിങ്ങളാണോ വലിയ ആള്? സ്വർഗം കുനിഞ്ഞു നോക്കുമ്പോൾ സ്വർഗത്തിന്റെ കണ്ണിൽ നമ്മുടെ പൊസിഷൻ എന്നാണ്? ഇവിടെ ദൈവവചനം പറയുകയാണ്, നോക്കിയേ, കർത്താവ് അവരോട് പറയുന്ന മറുപടി ഉണ്ട്. യേശു ഉത്തരമായി, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവര് പറഞ്ഞു. അവനോട്, എന്റെ പാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാനുള്ള വരം എന്റേതല്ല, എന്റെ പിതാവ് അവർക്ക് ആർക്ക് ഒരുക്കിയിരിക്കുന്നതോ അവർക്ക് കൊടുക്കും. ശേഷം 10 പേർ ഈ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. ഇത് കേട്ടപ്പോഴത്തേക്ക് ബാക്കി 10 ശിഷ്യന്മാർക്കും ചെറിയൊരു നീരസമുണ്ടായി, ഒരു എൻവി ഉണ്ടായി. ഒരു നോക്കിക്കേ, ഞങ്ങൾക്ക് കിട്ടാത്തൊരു സ്ഥാനം ഇനി ഇവർക്കാണോ കൊടുക്കാൻ പോകുന്നത്? നോക്കിയേ, എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ അടുത്ത വാക്യത്തിൽ 25-ാം വാക്യത്തിൽ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്. 25 വായിക്കാം. അവരെ അടുക്കൽ വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം
കർത്തൃത്വം ചെയ്യുന്നു. ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു. ഡോണ്ട് ബി എ കമാൻഡർ. ഈ സഭയിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന, സഭയിൽ നമ്മുടെ മുമ്പിലൊക്കെ കർത്താവ് ആക്കിയിരിക്കുമ്പം അത് വലിയൊരു പദവിയാണ്. ആ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുക, ശുശ്രൂഷയിൽ കർത്താവ് നമ്മളെ ആക്കിയിരിക്കുകയാണ്. അവിടെ ഒരു കമാൻഡർ ആയിട്ട് നിൽക്കാനല്ല. എല്ലാം കമാൻഡ് ചെയ്യുന്നു, നമ്മുടെ ചുറ്റും 10 പേര് നിൽക്കുന്നു, നമ്മളെ എടുത്തോണ്ട് കൊണ്ടുവന്ന് സ്റ്റേജിൽ കൊണ്ടുവന്ന്, അങ്ങനെ ഒരു കമാൻഡർ ശുശ്രൂഷയല്ല. ഒരു വലിയവനാകാൻ ഇച്ഛിക്കുന്നവനെ കുറിച്ച് ദൈവവചനം എന്താ പറയുന്നെന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. ആരാണ് വലിയവൻ? പ്രൈസ്. അവിടെ അവര് തമ്മിൽ ഒരു ചോദ്യം ഉയരുകയാണ്. പ്രൈസ്. ഈ 2 പേരോട് നോക്കിയ ഈ 10 പേര് എൻവിയസ് ആകുക, ഒരു അസൂയ ഇവർക്ക് തോന്നുക, ഇവനെ ഇടത്തും ഇവനെ വലത്തും കർത്താവ് ഇരുത്തുവോ എന്നൊക്കെ ഒരു ചിന്ത തോന്നിയിട്ട് 10 പേര് അസൂയപ്പെടുത്തു. അവിടെ കർത്താവ് പറയുകയാണ്, അതിന്റെ 25-ാം വാക്യത്തിൽ ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു. എന്നിട്ട് പറയുക, നിങ്ങൾ അങ്ങനെ അരുത്. നമ്മള് സഭയിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന കമാൻഡർ കളിക്കാനല്ല. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും എന്ന് പറയാനല്ല എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്ന ശുശ്രൂഷ അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠകരമാണ്. അവിടെ അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കോ ഷീന. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല, നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം എന്ത് ചെയ്യണം? നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. സെർവന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷകൻ എന്ന് പറയുന്ന പദത്തിന് അവിടെ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെർവന്റ് എന്ന്, ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് സെർവന്റ് എന്നാണ്. എന്താണ് ഈ സെർവന്റ് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം? അല്ലെ, ഒരു ഗുഡ് സെർവന്റ്, ഒരു നല്ല സെർവന്റിന്റെ സ്വഭാവം എന്നാന്നറിയോ? ഈ ആന്റിസിപ്പേറ്റ് വാട്ട് ദ മാസ്റ്റർ നീഡ്സ്. ആ യജമാനന് എന്താണോ ആവശ്യമെന്ന് മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഒരു നല്ല യജമാനൻ. അല്ലെ സോറി തെറ്റിച്ചു. ഈ യജമാനന് എന്ത് വേണമെന്ന് മുൻകൂട്ടി കാണുന്ന വ്യക്തിയാണ് ഒരു നല്ല സെർവന്റ്. നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് ഈ സെർവന്റ് അല്ലെങ്കിൽ വെയിറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലുകളിലൊക്കെയാണ് പലപ്പോഴും കാണുന്നത്. അല്ലെ, ഈ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം ഈ നല്ല വെയിറ്റേഴ്സിനെ നമ്മൾ കാണും. അല്ലെ, അവര് എന്ത് വേണം, നമ്മുടെ നീഡ് അനുസരിച്ച് ഇടിച്ചിടിച്ച് നിൽക്കുന്നവർ. ആ ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം കുറയുമ്പം കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു തരുന്ന, അല്ലെ, അങ്ങനെയുള്ള നല്ല സെർവൻസിനെ നമ്മൾ കാണാം. ചിലര് അവര് നല്ല ശുശ്രൂഷ ചെയ്തില്ലെങ്കിലും അവർ ടിപ്പ് ആഗ്രഹിക്കുന്നു. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എന്റെ പേര് ഉയർന്നു നിൽക്കണം, ഞാൻ അത് ചെയ്തു എന്ന് മറ്റുള്ളവർ പറയണം. നോക്കിയേ, നല്ല സെർവന്റിന് അതൊന്നും അല്ല ഇഷ്ടം. എങ്ങനെയും സെർവ് ചെയ്യണം, എങ്ങനെയും ശുശ്രൂഷ ചെയ്യണം. ഞാൻ അങ്ങനെയുള്ള ചിലരെയൊക്കെ സഭയെ കാണുമ്പം എനിക്ക് ഇച്ചിരി അവരെ കുറിച്ച് ചില അസൂയകൾ തോന്നിയിട്ടുണ്ട്. അവര് പല കാര്യങ്ങൾ ചെയ്യുന്നത്, ആ പാർക്കിംഗ് ലോട്ടിൽ പോയി നിൽക്കുന്നത്, അവരുടെ ശുശ്രൂഷ അന്ന് വചനം കേട്ട് അന്ന് അവര് കടന്നു വന്ന് ആരാധിച്ച് അവരനുഗ്രഹിക്കപ്പെടേണ്ടവരാണ് ആ പാർക്കിംഗ് ലോട്ടിൽ നിൽക്കുന്നത്. അവരുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരെ സെർവ് ചെയ്യാനുള്ള ആ മനോഭാവം, അതാണ് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. യേശു അവരെ പഠിപ്പിച്ചത് നോക്കിക്കേ, ഒന്ന്, നിങ്ങൾ മറ്റു കമാൻഡർ കളിക്കരുത്. അതിന്റെ 25-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ നോക്കിയേ, അധികാരം എടുക്കാനല്ല, കമാൻഡർ കളിക്കാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്ന. വാസ്തവത്തിൽ ശിഷ്യന്മാരെന്ന് പറയുന്നത് കർത്താവിന്റെ കൂടെ നടന്ന, കർത്താവിനെ തൊട്ടറിഞ്ഞ, ഉണ്ടും ഉറങ്ങിയും ഒന്നിച്ച് അവര് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ അവര് വലിയ ആൾക്കാരല്ലേ. പക്ഷേ കർത്താവ് അവരോട് പറയാണ്, നിങ്ങൾ അങ്ങനെ ആകരുത്, നിങ്ങൾ അങ്ങനെ കമാൻഡർ കളിക്കരുത്. നമ്മുടെ അധിപന്മാരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കമാൻഡർ കളിക്കരുത്. പകരം എന്ത് ചെയ്യണം? നിങ്ങൾ ശുശ്രൂഷ ചെയ്യണം, നിങ്ങൾ ശുശ്രൂഷകരാകണം. നിങ്ങൾ മറ്റുള്ളവരെ സെർവ് ചെയ്യാനാണ് നിങ്ങളെ വിളിച്ചത്. ആ നല്ല സെർവന്റ് ആന്റിസിപ്പേറ്റ് ചെയ്യും, യജമാനൻ എന്നാണോ ആവശ്യം. ഞാൻ എപ്പോഴും ഹോട്ടലിലൊക്കെ ചെല്ലുമ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ചില നല്ല വെയിറ്റേഴ്സ് ഉണ്ട്, നല്ല വെയിറ്റേഴ്സ്, ദ ബെസ്റ്റ്. അവര് നോക്കിക്കേ, അവര് ഈ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഹോട്ടലിലാണെങ്കിൽ നമ്മൾ 1-2 സ്ഥലമുണ്ട് പോകുന്നത്. അല്ലെ, കോട്ടയത്തെ താലി റെസ്റ്റോറന്റ് ഞങ്ങൾ പോകും. ആ താലി റെസ്റ്റോറന്റ് ഞങ്ങൾ പോകുമ്പം അവിടുത്തെ വെയിറ്റർ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് പുള്ളിയെ കാണുന്നത്. ഇത് കാരണം നമ്മളൊരു 10-40 വർഷമായിട്ട് പുള്ളിയെ കാണുന്ന, സെയിം ഹോട്ടൽ സെയിം വെയിറ്റർ ഒരു 10-40 വർഷമായിട്ട് കാണുന്ന. അപ്പം പുള്ളിക്കറിയാം എനിക്ക് എന്നാ വേണോ. സാറേ അത് തന്നെയാണ്
എനിക്ക് എന്താണ് എനിക്ക് ആ വ്യക്തിയെ കാണുമ്പം ഭയങ്കര സന്തോഷ. കാരണം പുള്ളിക്കറിയാം എനിക്ക് എന്റെ നീഡ് എന്നാണെന്ന് പുള്ളിക്കറിയാം. സാറിന് ചായക്ക് മധുരം വേണ്ടല്ലോ. അപ്പൊ അതെല്ലാം പുള്ളിക്ക്. മോക്ക് ജ്യൂസ് ആണോ വേണ്ടിയത്? ഷിനായോട് ചോദിക്കും, കാപ്പിയല്ലേ വേണ്ടിയത്? ഷിനായ്ക്ക് കാപ്പിയാണ് ഇഷ്ടം, ഞാൻ ചായയാ കുടിക്കുന്നത്. കാപ്പിയല്ലേ? അപ്പൊ അതെല്ലാം ചോദിക്കുമ്പോൾ നോക്കിയേ, നമുക്ക് എന്നാ വേണമെന്ന് അറിയാൻ നോക്കിയേ. നമ്മുടെ സഭയിലൊക്കെ വരുമ്പോഴും നമ്മുടെ തൊട്ട് അടുത്ത് ഇരിക്കുന്ന വ്യക്തികൾ കടന്നു പോകുന്ന സ്ട്രഗിൾ എന്നാണെന്ന് മനസ്സിലാക്കുന്നവർ, പ്രൈസ്, ആ പരിശുദ്ധാത്മാവിനാൽ പ്രൈസ് അതെല്ലാം പിടികിട്ടുന്നവർ, പ്രൈസ്, അവരെയാണ് ഒരു ഗുഡ് സെർവന്റ് എന്ന് വിളിക്കും. മറ്റുള്ളവരെ സെർവ് ചെയ്യുക എന്നാണ്. ഞാൻ ആരാധിക്കാനല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ആരാധിക്കേണ്ടെന്നോ ഒന്നുമല്ല. പ്രൈസ് നോക്കിയേ, എനിക്കും വേണം ബ്ലെസ്സിങ്, ഞാൻ അതിന് തന്നെ ആ സഭ വന്നേ. ബട്ട് ഐ വാണ്ട് ടു ബി എ ബ്ലെസ്സിങ് ടു മെനി പീപ്പിൾ. സോ കർത്താവ് ഒരു നല്ല ശുശ്രൂഷകനെ കുറിച്ച്, നല്ല ശുശ്രൂഷകൻ സഭയുടെ മേൽ അനാവശ്യമായി കർത്തൃത്വം നടത്തുന്നവർ, ചിലതൊക്കെ അടിച്ചേൽപ്പിക്കുന്നവരല്ല. നല്ല ശുശ്രൂഷകൻ സെർവ് ചെയ്യുന്നയാളാണ്. ടു ബി സെർവ്. ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന പലരെ, സെർവ് ചെയ്യുന്ന പലരെ കണ്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. പലരും ഞാൻ കാണാത്ത പല കാര്യം, നമ്മൾ ആരും സഭയെ വന്നാൽ കാണാത്ത പല കാര്യങ്ങളുണ്ട്. നോക്കി വെളുപ്പിനെ 3 മണിക്ക് വന്ന് കസേര ഇടുന്നവരുണ്ട്. നമ്മൾ കർത്തൃമേശയുടെ മുമ്പിൽ കർത്തൃമേശ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ നിൽക്കും, പ്രീസ്. എന്നാൽ ഈ കർത്തൃമേശ വെളുപ്പിനെ 3 മണിക്ക് വന്ന് ഒരുക്കുന്ന അവിടെ കടന്ന് അവരെ ആരും കണ്ടില്ല, അല്ലെ? പക്ഷെ ഇതെല്ലാം കാണുന്ന ഒരു കർത്താവുണ്ട്. ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അതെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് തുടച്ച് നല്ല വൃത്തിയാക്കി അതെല്ലാം ഒരുക്കി വെച്ച് ആ പാനപാത്രം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആ പാനപാത്രമൊക്കെ കഴുകി വെക്കുന്ന ആരാന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കഴുകി തുടച്ച് നല്ല വൃത്തിയാക്കി അതെല്ലാം ഒരുക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന കർത്താവ് ആരാ മഹാൻ എന്ന് ചോദിച്ചാൽ, ഹൂ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിന് പകരം അന്ന് വലിയ ക്രൂസൈഡിൽ പ്രസംഗിച്ച ആളെ ആയിരിക്കത്തില്ല കർത്താവ് പോയിന്റ് ചെയ്യുന്നത്. ആ ടോയ്ലറ്റ് കഴുകിയവരുണ്ട്, അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടം കൊടുത്തവരുണ്ട്, അവിടെ കസേര ഇല്ലാഞ്ഞപ്പോൾ എഴുന്നേറ്റ് മാറിക്കൊടുത്ത ബ്രദർ ഇവിടെ ഇരുന്നു, സിസ്റ്റർ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് അവരുടെ സീറ്റ് അവർക്ക് മാറേണ്ട ഒരു കാര്യവും ഇല്ലല്ലേ, മാറേണ്ട ഒരു ആവശ്യവും ഇല്ല. എന്നാൽ അവരുടേത് മറ്റുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആക്കി, അവർക്ക് അനുഗ്രഹമാകേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് അങ്ങനെ കൊടുക്കുന്നവർ, അവരെയാണ് പ്രീസ് കർത്താവിന് പറയാനുള്ളത്. ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ്. ആ വ്യക്തിയായിരിക്കും ഗ്രേറ്റസ്റ്റ്. ആ നല്ല വെയിറ്റർ അല്ലെ, ആ നല്ല സെർവന്റ് യജമാനൻ എന്നാ വേണ്ടിയേ, ഏത് സമയത്ത് എന്താണ് വേണ്ടത് നല്ലവണ്ണം അവർക്ക് തിരിച്ചറിയാം. പ്ലീസ്. ചില വെയിറ്റേഴ്സ് ഉണ്ട്, ഞാൻ കുറ്റമായിട്ട് പറയല്ല, അവര് ടിപ്പ് കിട്ടുക, അവരുടെ വേറെ ഒറ്റ കാര്യം ടിപ്പ് കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. പ്ലീസ് നോക്കി എങ്ങനെ സെർവ് ചെയ്തു എന്നല്ല. പ്ലീസ് നോക്കി. എന്നാൽ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് സെർവ് അതേഴ്സ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ കിട്ടുന്ന അവസരം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ കിട്ടുന്ന അവസരം, മറ്റുള്ളവരുടെ കണ്ണുനീര് ഒപ്പാൻ കിട്ടുന്ന അവസരം, മറ്റുള്ളവരെ ക്രിസ്തുവിൽ ബലപ്പെടുത്താൻ കിട്ടുന്ന അവസരം. നിങ്ങളുടെ വായിൽ നിന്നും വരേണ്ടത് ഈ കമാൻഡിങ് വേർഡ് അല്ല, നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ടത് ഒരു കമ്പാഷനേറ്റ് വേർഡ് ആണ്. ഒരു മറ്റുള്ളവർക്ക് ഒരു ആശ്വാസവും മറ്റുള്ളവർക്ക് ബലവും. സാരയില്ല എന്ന് പറയാൻ, ഒരാളൊന്ന് വീണുപോയാൽ ഉടനെ ആ വ്യക്തിയെ കുറിച്ച്, ആഹാ അങ്ങനെയാണോ, നീ അങ്ങനെ ചെയ്തോ, നീ കള്ളു കുടിക്കാൻ പോയോ, സാരയില്ല ബ്രദറെ, കർത്താവ് കൃപ തരും എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാം. നോക്കിയേ, നമ്മൾ മറ്റുള്ളവരെ വിധിപ്പാനല്ല നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ വിധിക്കുന്നുവെങ്കിൽ വിധിക്കുന്നവർ വിധിക്കപ്പെടുമെന്നും കൂടെ മറന്നു പോകരുത് കേട്ടോ. മറ്റുള്ളവരെ വിധിക്കാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്. വി ആർ കോൾഡ് ടു സെർവ്. അവിടെ ഒന്നാമത് പറയുന്ന കാര്യം 26-ാമത്തെ വാക്യം, നിങ്ങൾ അങ്ങനെ അരുത്. ആരെ പോലെ അരുത്? നോക്കിയ ഈ ലോകത്തിലെ അധിപന്മാരെ പോലെ അരുത്, മഹത്തുക്കളെ പോലെ അരുത്. നിങ്ങൾ എങ്ങനെയാകണം? നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷകൻ ആകണം. 27-ാം വാക്യം വായിച്ചു. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. ഇവര് ഇടത്തു വലത്തു ഇരുത്തുന്ന കാര്യം പറഞ്ഞു. ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം സ്ലൈവാ. ഇംഗ്ലീഷിൽ സ്ലൈവ് എന്ന് എഴുതിയിരിക്കുന്നത് അടിമയാകണമെന്നാണ്. നമുക്ക് വി ഡോണ്ട് വെറി ടു ബിക്കം ദ സ്ലൈവ് ഓഫ് ദ കിങ് ഓഫ് കിങ്സ് ഓർ ദ ലോർഡ് ഓഫ് ലോർഡ്സ്. കർത്താവിന്റെ അടിമയാണെന്നോ കർത്താവിനെ താഴാനോ ഒന്നും നമുക്ക് പാടൊന്നുമില്ല, അല്ലെ? ഒരു പാടുമില്ല. പക്ഷെ മനുഷ്യർക്ക്, അത് ഈ മലയാളത്തിലെ പദം എനിക്ക് ഭയങ്കര ഇഷ്ടം, ദൈവദാസന്മാർ എന്നാണ് വിളിക്കുന്നത്.
ദാസന്മാരാ. പ്രൈസ് വി ആർ ചിൽഡ്രൻ ടു ഗോഡ് ആൻഡ് സെർവിങ് പീപ്പിൾ. അല്ലെ, നമ്മളെ എന്തിനാ കർത്താവ് വിളിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ ദാസന്മാർ എന്ന് പറയുമ്പം മനുഷ്യന് സർവീസ് ചെയ്യാൻ, മനുഷ്യരെ സെർവ് ചെയ്യാൻ, മനുഷ്യർക്ക് ശുശ്രൂഷ ചെയ്യാൻ, മനുഷ്യർക്ക് മറ്റുള്ളവർക്ക് ദാസ്യം ചെയ്യാൻ. അതാണ് ഒരു ദൈവ പൈതലിന്റെ വിളി. മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നതാണ്. ആ സർവീസ് മനോഭാവമുള്ളവരെയാണ് പലപ്പോഴും നോക്കിയാൽ അധികാലത്തെ വരും, വെളുപ്പിനെ തുടങ്ങും, ആ കസേരകളെല്ലാം തുടച്ചിടാൻ തുടങ്ങും. നോക്കിയ ഒരു ശുശ്രൂഷയ്ക്കായി ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ആദ്യം ആ സഭയ്ക്കകത്ത് കയറി വരുന്ന കർത്താവാണ്. അല്ലേ, നിങ്ങൾ എന്റെ നാമത്തിൽ 2 or 3 പേര് ഇവിടെ കൂടിയാലും ഞാൻ അതിന്റെ മധ്യത്തിലുണ്ട്. ആദ്യം യേശു ആയിരിക്കും അവിടെ പ്രവേശിക്കുന്നത്. നോക്കിയേ, അവിടെ വരുന്ന ഓരോരുത്തരെയും കർത്താവിനെ എങ്ങനെ കൈക്കൊള്ളുന്നോ അതുപോലെ കൈക്കൊള്ളാൻ എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കുകയാണ്. നോക്കിയേ, അവിടെ പറയും, രണ്ടാമത് കർത്താവ് പറയുന്ന ഒരു കാര്യം, നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദാസനാകണം. യു ഷുഡ് ബി എ സ്ലേവ്. ദാസനാകണം. ദൈവത്തിന്റെ ദാസനാകാൻ പാടില്ല, പക്ഷെ മനുഷ്യന് ദാസനാകാനോ? കർത്താവ് അത് കാണിച്ചു. ശിഷ്യന്മാരുടെ കാല് കഴുകി കർത്താവ് അത് കാണിച്ചു. നമ്മളിപ്പോ സഭയിലൊക്കെ ചിലപ്പം എനിക്ക് തോന്നുന്നു ഈ ഡിസംബർ 25 എന്നാ ഈ കാല്, അതോ ന്യൂ ഇയറിനാണ്. നമ്മുടെ സഭയിൽ അത്രയും കോമൺ അല്ലാത്തതുകൊണ്ട് തങ്കുബ്രദർ ഒരിക്കൽ സഹോദരന്മാരുടെ എല്ലാം കാല് കഴുകിയ ഒരു വലിയ ശുശ്രൂഷ. നോക്കി, ആ മെന്റാലിറ്റി നമ്മുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകണം. സെർവ് ചെയ്യുന്ന മറ്റുള്ളവരെ, കർത്താവ് പറഞ്ഞ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ടെണ്ണണം. വലിയ തനക്കനം വെച്ചുകൊണ്ട് നടക്കാൻ, കമാൻഡർ കളിക്കാൻ. എന്റെ രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് ഈ വാക്കാ പറയുന്നത്, കമാൻഡർ കളിക്കാൻ. ഐ വിൽ കമാൻഡ്. നോ, കമാൻഡർ കളിക്കാൻ, ചേർത്ത് പിടിക്കാൻ, മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ. അവിടെ ദൈവവചനം അവിടെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. അതിന്റെ 27 നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ദാസനാണ്. അതിൽ 28 കൂടെ വായിച്ചു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. നോക്കിയേ, അവിടെ എഴുതിയിരിക്കുകയാണ്, അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി. നോക്കിയേ, ഹി ബിക്കെയിം എ റാൻസം ഫോർ മെനി. മറുവില, അനേകർക്ക് വേണ്ടി എന്റെ കർത്താവ് മറുവിലയായി കൊടുത്തു. നോക്കിയേ, ഒരു വെയിറ്റർ പലപ്പോഴും നമ്മളെ സെർവ് ചെയ്യുന്ന ഒരു വെയിറ്റർ ആയിരിക്കും. ആ വെയിറ്റർ എല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടി ചെയ്തു. അല്ലേ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്തു. നമുക്ക് വെള്ളം വേണ്ടിയെടുത്ത് വെള്ളം, ഭക്ഷണം വേണ്ടിയെടുത്ത് ഭക്ഷണം. നോക്കിയേ, ഇച്ചിരൂടെ സോസ് വേണമെന്ന് പറഞ്ഞപ്പോ ഇച്ചിരൂടെ സോസ് കൊണ്ടുവന്ന് തന്നു. നോക്കിയേ, ഗ്രേവി വേണമെന്ന് പറഞ്ഞപ്പോ ഗ്രേവി കൊണ്ടുവന്ന എല്ലാം നല്ലവണ്ണം. ആർ യു ഹാപ്പി എന്ന അവസാനം ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, ആർ യു ഹാപ്പി എന്നും എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, ഒരു കാര്യം ചെയ്തേ, ആ ബില്ലും കൂടെ ഇങ്ങ് തന്നേ, ആ ബില്ല് ഇങ്ങ് തന്നേ എന്ന് പറയുമ്പം ആ വ്യക്തി നമ്മളോട് തിരിച്ചു പറയുകയാണ്, ആ ബില്ല് കൊടുത്തു, ഞാൻ ആ ബില്ല് കൊടുത്തു. അതാണ്, ദാറ്റ് ഈസ് വാട്ട് ജീസസ് ഡിഡ്. ഹി പെയ്ഡ് ദ റാൻസം. എന്റെ കർത്താവ് അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുത്തു. ഞാൻ അനുഭവിക്കാൻ, താൻ ദാസനായെന്നേ, താൻ ശിഷ്യന്മാരുടെ കാല് കഴുകി. കർത്താവ് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളും അങ്ങനെ ആകണം. ആ മനോഭാവം എന്റെ നിങ്ങളുടെ മറ്റുള്ളവരെ കാണുമ്പോൾ താഴ്മ ധരിച്ച്, ഐ എം ദ കമാൻഡർ ഇൻ ചാർജ് എന്ന് പറഞ്ഞ് ഓപ്പറേറ്റ് ചെയ്യാനല്ല. അതല്ല സഭ. സഭ സെർവിംഗ് ആണ്. സഭ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതാണ്. സഭ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതാണ്. സഭയിൽ വരുന്നത് മറ്റുള്ളവരെ സെർവ് ചെയ്യാനാണ്. ഞാൻ അനേകരെ ഇന്ന് ബ്രദറെ, ഇന്ന് എല്ലാ ആഴ്ചയിലും ബ്രദർ അല്ലേ നിൽക്കുന്ന, ഇവിടെ കൈ കൊടുത്ത ആൾക്കാരെ കയറ്റാൻ ബ്രദർ അല്ലേ നിൽക്കുന്നത്. ഇന്ന് ഞാൻ നിന്നോളാം എന്ന് പറയാറുണ്ടോ? ഇന്ന് ആ ചൈൽഡ് ചർച്ചിന്റെ ക്ലാസ് ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറയാറുണ്ടോ? അല്ലേ, നമ്മള് ഭയങ്കര, ഞാൻ വിചാരിക്കരുത് ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത്, എന്നോടാ ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് പുറകിൽ പാർക്കിംഗ്, ബ്രദർ എല്ലാ ആഴ്ചയിലും പാർക്കിംഗ് നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. ബ്രദറെ, ഇന്ന് ഞാൻ നിന്നോളാം. ബ്രദർ അകത്ത് പോയി ആരാധിച്ചു. അതാണ് ഒരു നല്ല വേലക്കാരൻ, അതാണ് ഒരു നല്ല അടിമ. നോക്കിയേ, എന്റെ കർത്താവ് അതാ ചെയ്തത്. ഹി പെയ്ഡ് ദ റാൻസം. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ വെയിറ്റർ നമ്മളോട് പറയുകയാണ്, ആ ബില്ല് ഞാൻ കൊടുത്തു. ബില്ല് വരാൻ പറഞ്ഞാൽ
അന്തം വിടുവല്ലേ? അതുപോലെയല്ലേ കർത്താവ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുക്കുക. ആമേൻ. അതാ യേശു ചെയ്തത്. അതായിരുന്നു കാൽവറി ക്രോസ്. പ്രൈസ്. നോക്കിയേ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിക്കാനാവാം. നമ്മുടെ വലിയ ഭാവവും നമ്മൾ ആരാണ്ടാണോന്നോ ഞാൻ ഏതാണ്ടെല്ലാം ചെയ്യുമെന്നോ ഒക്കെയുള്ള വലിയ ചെയ്യാൻ കൃപ ലഭിച്ചാൽ ചെയ്യും. ആമേൻ. ചെയ്യാൻ കൃപ ലഭിച്ചാൽ ചെയ്യും. കർത്താവ് തരാതെ ഒന്നുമില്ല. അല്ലേ ഷിന? എന്തെങ്കിലും നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ കർത്താവിന്റെ ദാനമാണ്. ഇന്ന് ജീവനോടെ എഴുന്നേറ്റത് കർത്താവിന്റെ ദാനമാണ്. ഈ ശ്വാസം അകത്തോട്ട് എടുക്കുന്നത് പുറത്തോട്ട് പോയില്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ ദാനമാണ്. പ്രൈസലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണ്. ഒന്നിലും നമുക്ക് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. നോക്കിയേ, എല്ലാം കർത്താവ് തന്നതാണ്. സാമ്പത്തികം, ജോലി, വിസായ, എന്തൊക്കെ നന്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവിന്റെ ദാനമാണ്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ, മറ്റുള്ളവരെ ഉയർത്താൻ കർത്താവ് ഈ ശുശ്രൂഷ എന്ന് പറയുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ മറ്റുള്ളവരെ ഉയർത്തുന്നതാണ്. ഞാൻ ഇന്നലെ ഞായറാഴ്ച ഞാൻ സന്തോഷിക്കുമായിരുന്നു. ഇന്നലെ യൂത്ത് സഭായോഗമായിരുന്നു. ഞങ്ങളുടെ എല്ലാ 5th സൺഡേ യൂത്ത് സഭായോഗമാണ്. യുവാക്കളാ എല്ലാം ചെയ്യുന്നത്. കർത്തൃമേശ നടത്താൻ മാത്രമേ സഹോദരൻ ഷാജി ബ്രദർ കർത്തൃമേശ നടത്താൻ അവിടെ ഉണ്ടായിരുന്നു. യുവാക്കളും യുവാക്കൾ എന്നുള്ള വാക്കാവുക യൂത്ത്. ഞാൻ തിരുത്തി പറയുക യൂത്ത്. പിള്ളാര്, കുഞ്ഞുങ്ങള് അവരെല്ലാം കൂടി എഴുന്നേറ്റ് ഞാൻ ഐ വാസ് സോ മച്ച് എക്സൈറ്റഡ്. വലിയൊരു നിര, അടുത്തൊരു തലമുറ കർത്താവിന് വേണ്ടി നോക്കിയേ. അവരെ എഴുന്നേൽപ്പിച്ച് നിർത്താനും തങ്കുബ്രദർ ആദ്യം മുതൽ കാണിച്ച് അതാ ഞങ്ങളെല്ലാം കണ്ടു പഠിച്ചത്. കാരണം ഞങ്ങളെയൊക്കെ എഴുന്നേൽപ്പിച്ചു. തോംസൂട്ടുകാർ ഞങ്ങളെയൊക്കെ എഴുന്നേൽപ്പിച്ചു. സഹോദരൻ പ്രാർത്ഥിച്ച് പേടിയാ, കുനിഞ്ഞിരിക്കും. ഇടയ്ക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്, ബർത്ത്ഡേ ആനിവേഴ്സറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമുണ്ട്. ഇതെല്ലാം അന്നൊക്കെ ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളെ കാണരുതേ എന്ന് വിചാരിച്ച് കുനിഞ്ഞിരിക്കും. ഞങ്ങളെ തന്നെ പോക്കും. ഞങ്ങൾ പല സഹോദരന്മാര്, ഞങ്ങൾ ആദ്യകാല സഹോദരന്മാരെല്ലാം ഞങ്ങൾ കുനിഞ്ഞിരിക്കും. തല കുനിഞ്ഞൊക്കെ അവിടെ പാത്തൊക്കെ ഇരിക്കും. പക്ഷെ ഞങ്ങളെ തന്നെ പിടിക്കും. അങ്ങനെ ഞങ്ങളെയൊക്കെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷം. അടുത്ത ഒരു തലമുറ, ആ കുഞ്ഞുങ്ങൾ 10, 25, ഒരു 15 വയസ്സ് മുതൽ 13 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു ടീമായി. ഇന്നലെ ലൈവ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ പോയി ലൈവ് കാണും. മെസ്സേജ് റോണക് ബ്രദർ ആയിരുന്നു, അത് ലൈവ് ആയിരുന്നു. അതുകൊണ്ട് അതിനകത്ത് മെസ്സേജ് ഇല്ല, വേർഷിപ്പ് ഉണ്ട്. നോക്കി എത്ര പവർഫുൾ ആയിട്ട് കർത്താവ് അവരെല്ലാം ഉപയോഗിക്കുന്നു. അങ്ങനെ മറ്റുള്ളവരെ അതാണെന്നേ ശുശ്രൂഷ. ടു സെർവ് അതേഴ്സ്. മറ്റുള്ളവരെയും കൂടെ ഉയർത്തി. അല്ല ഞാനെല്ലാം ചെയ്യും ആദ്യം മുതൽ അവസാനം വരെ ഞാനാണ് അതിന്റെ കമാൻഡർ എന്ന് പറഞ്ഞ് നിൽക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ കൂടെ അവരെയും കൂടി ഒക്യുപ്പൈ ചെയ്ത് നോക്കി. ആ പാർക്കിംഗ് ലോട്ടിൽ പോയിട്ട് ബ്രദർ ഇന്ന് അകത്ത് കയറി നിന്നു, ഞാനിവിടെ നോക്കിക്കോളാം. ആ ശുശ്രൂഷ ചെയ്യാൻ റെഡിയാണോ? കർത്താവ് പറയാ ദാറ്റ് പേഴ്സൺ വിൽ ബി ദ ഗ്രേറ്റസ്റ്റ്. ആ വ്യക്തിയായിരിക്കും പ്രൈസ് ഏറ്റവും ഗ്രേറ്റ്. ആ വ്യക്തിയായിരിക്കും. ഇന്ന് ഒരു ചോദ്യം ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ആർ യു ദ ഗ്രേറ്റസ്റ്റ്? ആർ യു ദ ഗ്രേറ്റസ്റ്റ്? സ്വർഗം നിങ്ങളെ വലിയവൻ എന്ന് വിളിക്കുമോ? പ്രൈസ്. ഈ ലോകം എന്ത് വിളിക്കുമെന്നുള്ളതല്ല, ലോകം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നിറഞ്ഞ ലോകമാണ്. പ്രൈസ്. സ്വർഗം നിങ്ങളെ യു ആർ ദ ഗ്രേറ്റസ്റ്റ് എന്ന് സ്വർഗം നിങ്ങളെ കുറിച്ച് പറയും. നമുക്ക് മനുഷ്യന്റെ അഭിപ്രായം വേണ്ട. മനുഷ്യര് പൊക്കി പറയുന്നു, മനുഷ്യര് കാണുമ്പോൾ ഒക്കെ ഒത്തിരി പൊക്കി പറയുന്നവരുണ്ട്. യു ബ്രദർ അങ്ങനെയാ, ബ്രദർ ഇങ്ങനെയാ എന്നൊക്കെ പൊക്കി പറയുന്നു. ചുമ്മാതെയാ, വെറുതെയാ. അത് വെറും കാറ്റ് മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ പൊക്കൽ അത്രേ ഉള്ളൂ. ഇപ്പൊ പൊക്കും, നാളെ താഴ്ത്തലും. നാളെ യൂട്യൂബിൽ ഒരു സാധനം വന്നു കഴിയുമ്പോഴത്തേക്ക് അവര് താഴ്ത്തലും. ഇന്ന് കൂടെ നിന്നവർ നാളെ എതിർത്ത് നിൽക്കും. നോക്കിയേ, അത് ലോകമാണ്. പക്ഷേ എന്റെ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഉയർത്തിയാൽ, ഒരാളെ ഉയർത്തണമെന്ന് കർത്താവ് തീരുമാനിച്ചാൽ, പ്രീസ്, ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് പോലും അവരെ താക്കാൻ സാധിക്കത്തില്ല. പക്ഷെ കർത്താവ് കാണുന്നത് പ്രീസ് നോക്കിയേ, ആ മനോഭാവമാണ്. നിങ്ങളൊരു ശുശ്രൂഷകരാണോ, നിങ്ങളൊരു സെർവന്റ് ആണോ? പ്രീസ്, ആ മനോഭാവം. യേശു പറഞ്ഞത് ഞാൻ കർത്തൃത്വം നടത്താനല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി കൊടുക്കാനാണ് വന്നത്. നോക്കിക്കേ പ്രീസ്, നമുക്ക് ലെറ്റ് us humble ourselves. ഈ പ്രഭാതത്തിൽ എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാരോട് പറയാം. പ്രീസ്, ദൈവവചനം പറയുകയാണ്, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന്. നോക്കിയേ, എന്റെ കർത്താവ് എന്ത് ചെയ്യും? ഹി വിൽ ലിഫ്റ്റ് യു ഫ്രം എബവ്. അങ്ങനെ കർത്താവ് മേളിൽ നിന്ന് ഉയർത്തുമ്പം കാലെ പിടിച്ച് വലിക്കുന്നവൻ ഒന്നും നിങ്ങളെ താക്കാൻ സാധിക്കത്തില്ല. നോക്കിയേ, തക്ക സമയത്ത്
സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ശക്തിയുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരിക്കും. ലെറ്റ് us humble ourselves. മറ്റുള്ളവരെ എല്ലാം ശ്രേഷ്ഠരായിട്ടാണ്, മറ്റുള്ളവരെ എല്ലാം ലിഫ്റ്റ് ചെയ്യാൻ, ഒരിക്കൽ ആ കസേര ചെയറില്ലേ നിങ്ങൾ ഒഴിഞ്ഞു കൊടുത്തേ. നിങ്ങൾക്ക് അവകാശപ്പെട്ട, നിങ്ങൾ നേരത്തെ വന്നു, നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു ചെയറാണ്. എന്നാൽ ഒരാൾ ചെയറില്ലാതെ ബ്രദർ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കൊടുത്തേ. അതാണ് ആ സെർവൻഷിപ്പ്, അതാണ് ആ ഒരു അടിമയുടെ മനോഭാവം. നോക്കി അവര് അത് എൻജോയ് ചെയ്യട്ടെ. ഐ ഹാവ് കം ടു ദിസ് പ്ലേസ് ടു ബ്ലെസ് അതേഴ്സ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയൊന്ന് നോക്കിയേ, മഴയത്ത് നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്നതാണ്, എല്ലാവരും മഴ നനയും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നനയും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നന്മ വരും. എന്നാൽ മറ്റുള്ളവരെ നിങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ, വെൻ യു സ്റ്റാർട്ട് ബീങ് അവൈലബിൾ ഫോർ മെനി, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ തന്നെ അവൈലബിൾ ആക്കുമ്പോൾ നിങ്ങൾ പോലും വിസ്മയിക്കുന്നത് പോലെ, നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ തലമുറകളിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും അത് കാണാൻ സാധിക്കും. കർത്താവ് അനുഗ്രഹിക്കുന്നു, അവരെ മാനിക്കുന്നു, കർത്താവ് അവരെ ശുശ്രൂഷയിൽ എഴുന്നേൽപ്പിക്കുന്നു, അവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു, ഉന്നത സ്ഥാനത്ത് അവരെ എത്തിക്കുന്നതും ആ തലമുറകളുടെ അനുഗ്രഹം പോലും. നമ്മൾ പറയല്ലേ, ആ വീട്ടിൽ അപ്പനും അമ്മയും ഒക്കെ ചെയ്ത നന്മ കാരണം ആ കുഞ്ഞുങ്ങള് ഈ നില, നമ്മൾ ലോകത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമല്ലേ ഷിന, ആ കുഞ്ഞുങ്ങൾ ഈ നിലയിലെത്തിയത് ആ അപ്പനും അമ്മയും ഒക്കെ ചെയ്ത നന്മ കൊണ്ടാണ് അല്ലേ? ഈ ലോകത്തിൽ പോലും അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൽ അതിനേക്കാളൊക്കെ എത്ര മഹത്വപൂർണമായിരിക്കും അല്ലേ? സോ ലെറ്റ് us bless others. മറ്റുള്ളവരെ നമുക്ക് അനുഗ്രഹിക്കാം, മറ്റുള്ളവർക്ക് ലെറ്റ് us serve, മറ്റുള്ളവർക്ക് കൊടുക്കാനും, അവരെ നമ്മുടെ അജണ്ടാസ് എല്ലാം അങ്ങ് മാറ്റിവെച്ച് നമ്മൾ പലപ്പോഴും പറയലേ, കർത്താവെ നിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്, നിന്റെ ഇഷ്ടം, നിന്റെ ഹിതം നടക്കട്ടെ, എന്റെ ഹിതമല്ല. നമ്മൾ പാടുമല്ലോ, എന്റെ ഹിതമല്ല നിന്റെ ഹിതം, നിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ നമുക്ക് സെർവ് ചെയ്യാം. സോ ലെറ്റ് us pray and let us humble ourselves. നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം. കർത്താവെ കൃപ തരണമേ, എനിക്ക് തന്നെ ഒന്ന് താണിരിക്കാനുള്ള കൃപ തരണമേ. ഇടയ്ക്ക് നമ്മുടെ സ്വയം അകത്തുനിന്ന് പൊങ്ങി വരും. നമ്മുടെ ഞാൻ ആരാണെന്നറിയാവോ, അകത്തുനിന്ന് അറിയാതെ ഇവൻ എഴുന്നേറ്റ് പഴയ അവനെ കൊന്നിട്ടിരിക്കുക. ഈ പാമ്പൊക്കെ ചത്തു കഴിഞ്ഞാലും ആ വാലയിൽ ഒരു ചെറിയ അനക്കം കാണുമല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവനെ കൊന്നിട്ടിരിക്കുന്ന ഒരു പാർട്ടി, ഒരു ചത്തിട്ട് കൊന്നിട്ടിരിക്കുന്ന ഒരാൾ അകത്തുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഉള്ളിലെ പ്രൈഡ് ഇവനെ അനക്കും. ഈ കൊന്ന് ചത്ത് കിടക്കുന്നവനുണ്ട്, എന്റെ അകത്ത് മരിപ്പിച്ച് ഞാൻ പുതിയ സൃഷ്ടിയായി തീർന്ന് എന്നെ മരിപ്പിച്ചിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ പ്രൈഡും എന്റെ അഹങ്കാര സംസ്ഥാനങ്ങളും ഒക്കെ അകത്ത് കൊന്നിട്ടിരിക്കുന്നവനെ എന്ത് ചെയ്യും? ഉണർത്തും. അവൻ അവിടെ ചത്തു തന്നെ കിടക്കട്ടെന്ന്. മറ്റുള്ളവരെ എല്ലാം ശ്രേഷ്ഠരായിട്ടെന്ന് നോക്കിക്കേ, വലത്തും ഇടത്തും അതെല്ലാം യേശു പറഞ്ഞ കാര്യം, അതെല്ലാം പിതാവിന്റെ അധികാരം, പിതാവ് ഇരുത്തിക്കോളും. അതിന് അവിടെ ആരിക്കണമെന്ന് പിതാവാണ് തീരുമാനിച്ചിരിക്കുന്നത്. സോ നമുക്ക് സ്വർഗത്തിന്റെ കണ്ണിൽ ലെറ്റ് us be great. നമ്മളൊരു he is a great person, he is a greater എന്ന് സ്വർഗം നിങ്ങളെ കുറിച്ച് പറയട്ടെ. മനുഷ്യർ പറയുന്നതിന് അധികം ആയുസില്ല കേട്ടോ, അത് വെറും ശ്വാസമാണ്, അതിന് വലിയ ആയുസ്സൊന്നുമില്ല. മനുഷ്യർ പറയുന്ന ഇന്ന് നിങ്ങളെ പൊക്കുന്നവർ നാളെ നിന്നെ പൊതിനോ എന്ന് പറഞ്ഞ് താഴോട്ടിടും. പക്ഷേ കർത്താവ് ഒരാളെ ഉയർത്തിയാൽ ഒരു വ്യക്തിക്ക് പോലും അവരെ താഴെ ഇടാൻ സാധിക്കത്തില്ല. സോ ലെറ്റ് us pray and humble ourselves into his mighty hands. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. എന്ന് കേട്ടതുപോലെ കർത്താവേ ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ താഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരായിരിക്കാൻ, മറ്റുള്ളവരെ സെർവ് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളിലും ശ്രേഷ്ഠരെന്നവരെ എണ്ണുവാൻ, ആ യേശുവിനെ ഹല്ലേലൂയ അവരിൽ കാണുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരം തന്നിരിക്കാൻ സ്തോത്രം. ഇന്ന് രോഗികൾ സൗഖ്യമാട്ടെ, അത്ഭുതങ്ങൾ, വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ എന്റെ കർത്താവ് ചെയ്യണമേ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴികൾ തുറക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്, എന്റെ കർത്താവിന്റെ കാര്യം അവരെ തൊടണമേ. ജോലി ലഭിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. കർത്താവെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സംസാരിച്ച അതേ വചനത്തിന് മുമ്പിൽ അടിയനും സമർപ്പിച്ച് തരികയാണ്. എവിടെയെങ്കിലും അഹങ്കാരമോ എവിടെയെങ്കിലും ആരോ ആണെന്നുള്ള ചിന്തയോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതിനെയെല്ലാം ഇടിച്ചു കളയുകയാണ്. കർത്താവെ
അവിടുന്ന് ഞങ്ങളിൽ വളരണം. ഞാൻ പൗലോസ് പറഞ്ഞതുപോലെ ഞാനോ കുറയണം നീയോ വളരണമെന്ന് പറഞ്ഞതുപോലെ ആ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ കൂടുതൽ ഉരുവാകാൻ തൽക്കണം. ഞങ്ങളെ കാണുന്നവർ യേശുവിനെ കാണാൻ, ഞങ്ങളെ കാണുന്നവർ അനുഗ്രഹം അനുഭവിക്കാൻ, ഞങ്ങളെ കാണുന്നവർ സമാധാനം അനുഭവിക്കാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഇടയാക്കുന്നതിനായി സ്തോത്രം. അതിന് ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കൈവേലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സങ്കീർത്തനം 1:3 പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്ത് ചെയ്താലും അത് അനുഗ്രഹം. ചിലത് നമ്മൾ കേൾക്കാറുണ്ട്, അവരെന്ത് തൊട്ടാലും അനുഗ്രഹം. അങ്ങനെ അവർ തൊടുന്നത് ഒരു അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ ദാനമായി കിട്ടിയ അധികാരത്തിന്മേൽ നിന്നുകൊണ്ട് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഏറ്റവും നല്ല വേലക്കാരൻ, ഹി നോസ് വാട്ട് ദ മാസ്റ്റർ നീഡ്സ്. അവിടെ യജമാനൻ എന്നാ വേണ്ടിയെന്ന് അറിയുന്ന വേലക്കാരനാണ് ഏറ്റവും നല്ല വേലക്കാരൻ. ആ കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ കർത്താവ് എല്ലാവർക്കും കൃപ കൊടുക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഇറ്റ് വിൽ ബി എ ബ്ലെസ്സിങ് ഫോർ മെനി. എനിക്കറിയാം, പ്രൈസ് ദി ലോർഡ്, അനേകർക്ക് അതൊരു അനുഗ്രഹമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഇന്ന് എന്ത് ചലഞ്ച് ഉണ്ടെങ്കിലും എന്ത് വെല്ലുവിളി ഉണ്ടെങ്കിലും ഒരു കാര്യം പറയാം, ഷീന പറഞ്ഞതുപോലെ സന്തോഷിപ്പീൻ. പ്രാരംഭത്തിൽ പറഞ്ഞത് സന്തോഷിപ്പീൻ, ബിക്കോസ് ജീസസ് ഈസ് അവർ ലോർഡ്. യേശു നമ്മുടെ കർത്താവായതുകൊണ്ട് സന്തോഷിപ്പീൻ. ആൻഡ് ഷെയർ ദ വീഡിയോ. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ഫ്ലാഷ് ന്യൂസ്, ഇന്നത്തെ ന്യൂസ് കേട്ടോ, ഫ്ലാഷ് ന്യൂസ് കേട്ടോ, ജീസസ് ക്രൈസ്റ്റ് ഇസ് കമ്മിങ് സൂൺ. അതാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള ഏറ്റവും വലിയ സദ്വർത്തമാനം. എന്റെ യേശു വീണ്ടും വരുന്നു. എനി ടൈം ഹി മേ സ്പ്ലിറ്റ് ദ സ്കൈ. സോ ഗോഡ് ബ്ലെസ് യു. അവനായിട്ട് കാത്തിരിക്കുന്നവർ, ദാഹത്തോടെ ഇരിക്കുന്നവർ, അവനെ മുഖാമുഖമായി കാണാനിരിക്കുന്നവർ, എത്ര ഗ്ലോറി, എത്ര ഭാഗ്യമാണ്. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു.